നമസ്കാരം. യുഎഇ എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പണവും സ്വാധീനവും മാത്രമല്ല, ലോകത്തെല്ലായിടത്തും കാര്യങ്ങൾ എളുപ്പമാണ്. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയാലും സമ്പന്നരുടെ തിരിച്ചുവരവ് എളുപ്പം തന്നെയാണ്. അവിടെയും തോറ്റുപോകുന്നത് ജീവിക്കാനായി മാത്രം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ്. അവർക്കൊപ്പമാണ് പ്രവാസ ലോകം എന്നും. ഈ വാഗ്ദാനത്തോടു കൂടിയാണ് പ്രവാസ ലോകത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രവാസ ലോകത്തിലേക്ക്. പ്രതിഭ സാംസ്കാരിക വേദി നജ്റാൻ കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് ട്രഷറർ കൃഷ്ണന് യാത്രയയപ്പ് നൽകി. 23 വർഷക്കാലമായി നജ്റാനിലെ പ്രവാസികളോടൊപ്പം ഉണ്ടായിരുന്ന കൃഷ്ണന് പ്രതിഭ ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് സുകുമാരൻ കുന്നംകുളത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഉല്ലാസ് മെമന്റോ കൈമാറി. പ്രതിഭ സാംസ്കാരിക വേദിയുടെ 10 വർഷക്കാല പ്രവർത്തനങ്ങളുടെ തുടക്കകാലം മുതൽ സജീവമായിരുന്ന കൃഷ്ണൻ പ്രവാസ ജീവിതം മതിയാക്കി പോകുമ്പോൾ സംഘടനയ്ക്കുണ്ടാവുന്ന നഷ്ടം വലുതാണെങ്കിലും നാട്ടിൽ തുടർന്നും കേരള പ്രവാസി സംഘവുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ജനറൽ സെക്രട്ടറി ഓർമ്മിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ രാജു കുറ്റിക്കാടൻ, വിജയൻ കാരക്കോണം, ഷാനവാസ്, സജീവൻ, അനിൽ രാമചന്ദ്രൻ, രാജേഷ്, മണി, രമേശ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രതിഭ സാംസ്കാരിക വേദി നജ്റാൻ കേന്ദ്ര കമ്മിറ്റി കൃഷ്ണന്റെ ഭാവി ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു. മാസ് തബൂക്കിന്റെ 10ാം വാർഷിക സമ്മേളനം വിപുലമായ പരിപാടികളോടെ നടന്നു. പ്രതിനിധി സമ്മേളനം മാസ് തബൂക്കിന്റെ രക്ഷാധികാരി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനം ജിഥ നവോദയ രക്ഷാധികാരി അംഗവും കൈരളി TV റിപ്പോർട്ടറുമായ അബ്ദുറഹിമാൻ വണ്ടൂർ ഉദ്ഘാടനം ചെയ്തു. 2015-2018 വർഷങ്ങളിലേക്കുള്ള പുതിയ ഭാരവാഹികളെയും പ്രതിനിധി സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി ഫൈസൽ നിലമേൽ, പ്രസിഡന്റായി മാത്യു തോമസ് നെല്ലുവേലിൽ, ട്രഷററായി ജോസ് കരയ, കോർഡിനേറ്റർ റഹീം ഭരതന്നൂർ, ആർട്സ് ആൻഡ് സ്പോർട്സ് കൺവീനർ ബാബു കൊല്ലം, ജീവകാരുണ്യ വിഭാഗം കൺവീനർ ഉണ്ണി മുണ്ടുപറമ്പ് എന്നിവരെയും 21 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും യോഗം തെരഞ്ഞെടുത്തു. കൈരളി പ്രവാസലോകം പ്രതിനിധി നാസർ കാരക്കുന്ന്, ഗംഗാധരൻ, ഷമീർ, ഷിബു, ഉണ്ണി മുണ്ടുപറമ്പ് എന്നിവർ ആശംസകൾ നേർന്നു. വെസ്കോസ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട ദമാം ടൗൺ നവോദയ ബാദിയ യൂണിറ്റ് അംഗമായിരുന്ന രാജുവിന് നവോദയയുടെ അംഗമായിരിക്കെ മരണമടയുന്നവർക്ക് നൽകുന്ന 1 ലക്ഷം രൂപയുടെ ധനസഹായം തിരുവനന്തപുരത്ത് ബി സത്യൻ MLA രാജുവിന്റെ ഭാര്യ ശ്രീജയ്ക്ക് കൈമാറി. നവോദയ ബാദിയ യൂണിറ്റ് സെക്രട്ടറി ഓമനക്കുട്ടനും മറ്റ് നവോദയ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കൊട്ടച്ചിറ ഗോപാലന്റെ മകനായ രാജു നന്ദായവനം ദമാമിലെത്തി വളരെയധികം കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് വെസ്കോസയിൽ ജോലിക്ക് കയറിയത്. മുൻപ് കഫാലത്തിൽ ജോലി ചെയ്യുന്നതിനിടയിൽ സ്ഥിരമായി ഒരു വിസയും ജോലിയും ശരിയാക്കുന്നതിന് സൗദിയിൽ വളരെ വലിയ തുക നൽകുകയും പിന്നീട് സൗദി വിസയും ജോലിയും ശരിയാകാതെ പൈസ നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത്. ജീവിത ദുരന്തത്തിന് അറുതി വരുത്താനാണ് വെസ്കോസയിൽ ജോലിക്ക് കയറിയത്. കുടുംബത്തിന്റെ നല്ല നിലയിൽ എത്തിക്കുന്ന തിരക്കിലാണ് താമസ സ്ഥലത്ത് തീപിടുത്തത്തിൽ മരണപ്പെട്ടത്. മുറിയിലകപ്പെട്ട രാജുവിന് തീപിടുത്തത്തിൽ പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയാതെയായിരുന്നു മരണം സംഭവിച്ചത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുകയും വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തുകയും ചെയ്തു. മൃതദേഹത്തോടൊപ്പം സഹോദരനായ രത്നാകരൻ അനുഗമിക്കുകയും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായി കമ്പനിയിൽ നിന്ന് വളരെ നല്ല ഇടപെടലുകൾ ഉണ്ടാവുകയും നവോദയ പത്രപ്രവർത്തകരായ നാസ് വക്കവും അയൂബ് കൊടുങ്ങല്ലൂരും ദമാം ടൗൺ സാമൂഹ്യക്ഷേമ പ്രവർത്തകരും ഉത്സാഹത്തോടെ പ്രവർത്തിച്ചതിനാൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മൃതദേഹം നാട്ടിലെത്തിക്കുകയും ചെയ്തു. സ്വന്തമായി ഒരു വീടും വെക്കണമെന്നും 2 കുട്ടികളെയും നല്ല നിലയിൽ പഠിപ്പിക്കണമെന്നും വളരെ ആഗ്രഹമുണ്ടായിരുന്ന രാജു സുഹൃത്തുക്കളോട് ഇത് പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. മകൾ ഉയർന്ന മാർക്കോടെ +2 പാസ്സായി കോളേജിൽ ചേരുന്നതിനുള്ള തിരക്കിനിടയിലാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ചുമരുകളുള്ള ഓലമേഞ്ഞ ഒരു കൊച്ചു വീട്ടിലാണ് ഭാര്യയും 2 കുട്ടികളും താമസിക്കുന്നത്. നാട്ടിലും ദമാമിലും ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്ന കരുണവറ്റാത്ത ജനങ്ങളുടെ സഹായം നവോദയ അഭ്യർത്ഥിക്കുകയാണ്. 2013 നവംബറിൽ സൗദി അറേബ്യയിലെ റിയാദിലേക്ക് ഹൗസ് ഡ്രൈവർ ജോലിക്കായി പോയതാണ് തിരുവനന്തപുരം സ്വദേശി മനോജ്. 2014 നവംബർ വരെ ഇദ്ദേഹം ഫോണിൽ ഭാര്യയുമായി സംസാരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഒരിക്കലും മനോജിന്റെ ശബ്ദം അശ്വതി കേട്ടിട്ടില്ല.
പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുകയാണ് അശ്വതി. മനോജിനെ ആരാ കൊണ്ടുപോയത്? പ്രകാശ് എന്നുള്ള ഏജന്റാണ്. പ്രകാശ് തന്നെ ഏജന്റ്. എവിടത്തുകാരനായാലും വഴുതൂരം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ. അയാളെന്ത് പറഞ്ഞു? അയാളുടെ പോയി ഇതുപോലെ ഞങ്ങൾ അറിഞ്ഞത് ഫോണിൽ സംസാരിക്കാതിരുന്ന അയാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഇതുപോലെ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അന്നേരം അയാൾ പറയും ഇനി വിളിക്കും, അതുപോലെ എന്തോ സിമ്മെങ്ങാണ്ട് കട്ടായി പോയത് അങ്ങനെ എന്നൊക്കെ ഒഴിഞ്ഞു മാറി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ചേട്ടൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു ഇതുപോലെ മദ്യപിച്ച് ജയിലിലാണെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ചെന്ന് അയാൾ കണ്ടു പറഞ്ഞു ഇതുപോലെ മദ്യപിച്ചതിൻ്റെ പേരിൽ ജയിലിലാണ്, ഇനി എന്തോ ചെയ്യുന്നത്. അതൊരു 3 മാസം കഴിയുമ്പോൾ വിടുമെന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ടും പിന്നെയും പോയി സംസാരിച്ച് അന്നേരം ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പിന്നെ പറഞ്ഞ് 6 മാസമെന്ന്. 6 മാസമായിട്ട് ഒരു രക്ഷയില്ല. ഇപ്പം ജയിലിലാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇല്ല, ദവാത്മി എന്ന് പറയുന്ന സ്ഥലത്താണ്. 10 മാസമായി വിളിക്കുന്നില്ല. എംബസിയിലേക്ക് കത്തയച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ വേറെ ഒന്നും ചെയ്തു. നിങ്ങൾ എംബസിയിലേക്ക് ഒരു കത്തയക്കണം. അത് MSIക്ക് നേരത്തെ ഞാൻ ഒരു പരാതി കൊടുത്തു. അല്ല, ഇയാൾ ജയിലിലാണ്, ഇന്ന നമ്പറിലാണ്, ഇയാളെ എത്ര കാലത്തിനാണ് ശിക്ഷിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്കൊരു വിവരമില്ല. ഇത് മറ്റൊരു വക്കീലിനെ കൊണ്ട് ഒരു കത്തയപ്പിക്കണം. മനസ്സിലായില്ലേ? അതിൻ്റെ കോപ്പി മുഖ്യമന്ത്രിക്കും കൊടുക്കണം. റിയാദിൽ ഇന്ത്യൻ എംബസിക്കാണ് കത്തയക്കേണ്ടത്. ഇയാളിങ്ങനെ ജയിലിലാണെന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല. ജയിലിൽ വിളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, എന്താണ് വിളിക്കാത്തതെന്ന് അറിയില്ല എനിക്ക്. സുഹൃത്തുക്കൾ ഡ്രസ്സ് മേടിച്ചോണ്ടൊക്കെ പോകുന്ന അപ്പോൾ അവരോട് ഒന്ന് സഹകരിച്ചിട്ട് എംബസി വഴിക്ക് മോചിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര കാലത്തിനാണെന്നൊന്നും അറിയില്ല, വിഷമിക്കാനില്ല ഈ കാര്യത്തിൽ. ജയിലിൽ ഇപ്പോൾ അങ്ങനെ നിരവധി ആളുകളുണ്ട്, നമ്മളെ ആളുകളൊക്കെ. പക്ഷെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വിഷമിക്കേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ സംഗതി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ എത്ര കാലത്തിനാ ശിക്ഷിച്ചുള്ളതെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ജയിലിൽ കിടക്കാന്നൊക്കെ പറഞ്ഞു അനിയന്മാരെ വിട്ട് കള്ള ഫോൺ ചെയ്താണ് ഇപ്പൊ സംസാരിക്കുന്നത്. എന്താ പറയണ മോള്? അച്ഛനെ വിളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ടാ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ ഒന്നും സുഖമില്ലാത്തതാ. 2 ഓപ്പറേഷൻ കഴിഞ്ഞത്. എന്നിട്ട് മോന് ഒരുപാട് തല്ലൊക്കെ കിട്ടിയെന്നും ഞങ്ങളാണ്. ഇതിനു മുമ്പേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വണ്ടി ക്ലീൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കിടന്നത്. അന്നേരം പൊടിക്കാറ്റെന്തോ അടിച്ച് ഇത് പൊടിയായിരുന്നു. അങ്ങനെ ഒരുപാട് തല്ലൊക്കെ കൊടുത്ത് ഞാൻ പ്രവാസിയിൽ അവിടെ വിളിച്ച് അവരെന്തൊരു പരാതി ചെയ്ത് മാപ്പൊക്കെ ചോദിച്ചു. അതിന്റെ പേരിൽ അങ്ങനെ ഇത്രയും ഒരു വാശി കാണിക്കുന്നത്. പിന്നെ അവിടെ ക്ലീൻ ചെയ്തോണ്ട് നാളിനെ പറഞ്ഞു വിട്ടിട്ട് കള്ളക്കേസാണെന്ന് തോന്നുന്നു. അറിയത്തില്ല. ക്ലീൻ ചെയ്ത നാളെയൊക്കെ പറഞ്ഞു വിട്ട് എല്ലാ ജോലിയും ചേട്ടനെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നത്. നല്ല അത് അറബി മാത്രമാണ് ഇങ്ങനെ. പിന്നെ ഈ നല്ല സ്നേഹവും. പ്രവാസ ലോകം പ്രേക്ഷകരോടും റിയാദിലെ സുരേഷിനെ പോലെയുള്ള ഞങ്ങളുടെ പ്രതിനിധികളോടും കൂടിയാണ്. ഇദ്ദേഹം ജയിലിലാണ് മനോജ് എന്നാണ് ഇവരുടെ വർത്തമാനത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ആദ്യം 3 മാസമാണെന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരു 10 മാസത്തോളമായി അല്ലേ? 10 മാസത്തോളമായിട്ട് ജയിലിലാണെന്നാണ് ഇവർ പറയുന്നത്. കൃത്യമായ യാതൊരു വിവരവും ഇദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ഈ 10 മാസമായിട്ടില്ല എന്നുള്ളതാണ്. ഒരു പാവപ്പെട്ട കുടുംബമാണ്, തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്, മാന്യമായി ജീവിക്കുന്നവരാണ്. അപ്പോൾ കഴിയുന്നതും വേഗം മനോജിന് ശാരീരികമായിട്ട് ചില ഓപ്പറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. മനോജിനെ ജയിലിൽ പോയി എന്തെങ്കിലും നിയമവശങ്ങൾ നോക്കി കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യണം. അദ്ദേഹം ഏത് ജയിലുണ്ടെന്നാണ് പറഞ്ഞത്? ദവാത്മി ജയിലിലാണ് അദ്ദേഹം ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് മുഹമ്മദ് അലി നാട്ടിൽ ജിദ്ദയിലുണ്ടാകുമ്പോൾ എല്ലാ സ്ഥലത്തുമുള്ള ജയിലുകളിൽ അദ്ദേഹം പോകുമായിരുന്നു, പറഞ്ഞാലൊക്കെ അന്വേഷിക്കാൻ. അദ്ദേഹം ഇപ്പോൾ നാട്ടിലാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ സുരേഷ് തന്നെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് ആ ജയിലിൽ സന്ദർശിച്ച് എങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ട മനോജിനെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തണം എന്നുള്ളതാണ്. എംബസിയിൽ ഇവരെ കൊണ്ട് ഞാൻ കത്തെഴുതിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വിദേശകാര്യ വകുപ്പിനും കത്തെഴുതിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യിക്കാൻ ശ്രമിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിരവധി കഥകൾ തന്നെയാണ് പ്രവാസ ലോകത്തിന് പറയാനുള്ളത്. പലപ്പോഴും നമുക്ക് തോന്നും ഒരേപോലെയുള്ള കഥകളല്ലേ എന്നുള്ളത്. പക്ഷെ ഒരേപോലെയുള്ള
കഥകളാണെന്ന് തോന്നിക്കാമെങ്കിലും വ്യത്യസ്തമായ മനുഷ്യരാണ് നമ്മളെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് മനുഷ്യർ പ്രവാസ ലോകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ദുരന്തങ്ങളുടെ കഥകളുമായിട്ട്. തീർച്ചയായിട്ടും അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പല നിലയിലും വിജയിച്ചിട്ടുമുണ്ട്. അത് പ്രവാസ ലോകത്തിൻ്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും മനോജിനെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഈ കുടുംബത്തെ ഞാൻ തിരിച്ചയക്കും. 2011 ജൂണിലാണ് തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി ഷിജുകുമാർ ഹൗസ് ഡ്രൈവർ ജോലിക്കായി സൗദി റിയാദിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 4 മാസമായി ഷിജുകുമാറിന് ശമ്പളം ലഭിച്ചിട്ടില്ല. നാട്ടിലേക്ക് തിരികെ എത്താനും സാധിക്കുന്നില്ല. ഷിജുകുമാറിനെ നാട്ടിലെത്തിക്കണം എന്ന ആവശ്യവുമായാണ് ഭാര്യയും സഹോദരനും ഇവിടെ എത്തിയിരിക്കുന്നത്. ഷിജുകുമാറിന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവും കാത്തിരിക്കുകയാണ്. ഷിജു ഇവിടെ ഡ്രൈവറായിരുന്നു? എല്ലാ വണ്ടിയും ഓടിക്കും. എല്ലാ വണ്ടിയും ഓടിക്കും. നല്ല ജോലിയൊക്കെ ആയിരുന്നു. എന്തിനാ പോയി? പിന്നെ പോയിന്ന് വെച്ചാൽ ഞങ്ങൾ റെന്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് മക്കളെ വളർത്തണം, ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ അത് നാട്ടിൽ കിടന്നാൽ പറ്റൂല, പോയി കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. നിങ്ങൾക്ക് വല്ല ജോലിയുണ്ടോ? ഞാൻ ഇവിടെ കിൻഡർ ഗാർഡനിൽ വർക്ക് ചെയ്യുന്നു. കിൻഡർ ഗാർഡനിൽ. അപ്പോൾ ഈ 2011 പോയിട്ട് വന്നിട്ടേ ഇല്ല? വന്നിട്ടില്ല. പൈസ വല്ലതും അയച്ചിരുന്നോ? പൈസ മെയ് വരെ ഉണ്ടായിരുന്നു. അതും പുള്ളി ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഞാൻ ചോദിച്ചപ്പോൾ പറയണം എനിക്ക് 6 മാസമായിട്ട് സാലറി ഇല്ല, പിന്നെ പുള്ളിയുടെ സമ്പാദ്യത്തിൽ നിന്നാണ് എനിക്ക് മെയ് വരെ ഉള്ളത് അയച്ചു തന്നത്. അത് എന്താണ് യഥാർത്ഥ പ്രശ്നം? എന്താണ്? നാട്ടിൽ വിടുന്നില്ല, അത് തന്നെയാണ് പ്രശ്നം. അയാൾ ഇന്ന് വിടാം, നാളെ വിടാം, ഇന്ന് വിടാം, നാളെ വിടാം എന്ന് പറയുന്നതല്ലാതെ വിടുന്നില്ല. ഇനിയൊരു ഡ്രൈവർ വരട്ട് എന്നിട്ട് വിടാം. അറബിയാണ്? അറബിയാണ്. വീട്ടിലെ ഡ്രൈവറാണ്. നിങ്ങൾ എംബസിയിൽ പരാതിപ്പെട്ടില്ലേ? അവര് പരാതി അന്ന് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റെടുത്തു, എന്തെങ്കിലും ചെയ്യാം. ജൂണില് അവര് മറുപടി വന്നു. പിന്നെ ഒന്നും അന്വേഷിച്ചു. ഇടയ്ക്ക് ഞാൻ വീണ്ടും ഇവിടെ പോയി അന്വേഷിച്ചു. അത് നമ്മൾ അയച്ചിട്ടുണ്ട് ലെറ്റർ, അവിടെ കിട്ടും, കിട്ടിയാലേ അതിന് മറുപടി വരുവുള്ളൂ എന്ന് പറയാം. ഇന്ത്യൻ എംബസി ഇവിടെ നോർക്ക വിട്ട് നിങ്ങൾ ഇന്ത്യൻ എംബസിയിലേക്ക് കത്തയക്കും. ഇയാളെ പേരും ഇപ്പോൾ സ്പോൺസറുടെ പേരൊക്കെ വെച്ചിട്ട്. പിന്നെ ഞങ്ങളുടെ തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി റിയാദിലല്ലേ, റിയാദിൽ ഞങ്ങളുടെ ആളുകളുണ്ട്. അവരെന്തായാലും അവരുടെ നമ്പർ റഫീഖ് തരും. ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയെങ്കിലും എന്നെ നാട്ടിലെത്തിക്കാൻ പറയാം എനിക്ക്. അപ്പോൾ റഫീഖിൻ്റെ സുരേഷിൻ്റെ നമ്പർ വാങ്ങിക്കുക, അത് കൊടുക്കുക, അത് സുരേഷിനെ വിളിക്കുക, എന്നിട്ട് ഞങ്ങൾ ഇടപെടാൻ പറ്റുന്ന പോലെ ഞങ്ങൾ ഇടപെടാം. മനസ്സിലായില്ലേ? അതാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത് ഒരു ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് എനിക്ക് തോന്നുന്നു. മക്കളൊക്കെ എത്രയായി? മോക്ക് 9 വയസ്സ്. മോന് കണ്ട ഓർമ്മയില്ല, അവന് 4 വയസ്സിൽ പോയതാണ്. ഇപ്പം തിരിച്ചും കഴിഞ്ഞ ഈ മാസം 9-ാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരാനുള്ള ടിക്കറ്റൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ ചെയ്യണമെന്ന് മക്കൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവരിപ്പോൾ ഓണത്തിന് വരുമെന്നുള്ള സന്തോഷത്തിലാണ് അവർ. മോൾ ആവശ്യത്തിൽ കൂടുതൽ ഉത്സാഹം കാണിക്കുക സ്കൂളിൽ നിന്ന് പറഞ്ഞു. അച്ഛൻ വന്ന സന്തോഷമാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ആഴ്ച പുള്ളി ആകെ ഇല്ല, വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് കുഞ്ഞിൻ്റെ അടുത്ത് പറയാനും വയ്യ. അവൾ ഓണത്തിന് വരും അവളെ സന്തോഷം കണ്ടാൽ എനിക്ക് സഹിക്കാൻ വയ്യത്. ഇന്നലെ ഞാൻ സ്കൂളിൽ പോയപ്പോഴും അച്ഛൻ പറഞ്ഞ ഉത്സാഹമാണെന്ന് തോന്നുന്നു. മോക്ക് ഭയങ്കരമായിട്ട് അവൾ ആക്റ്റീവാണ്. നമുക്ക് നോക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രവാസ ലോകം പ്രേക്ഷകരോടും സുരേഷിനോടും കൂടിയുള്ള അഭ്യർത്ഥനയാണ്. ഷിജുകുമാർ റിയാദിലുണ്ട്. ഹൗസ് ഡ്രൈവറായിട്ട് 4 വർഷം 2011 വലുതുവരെ ലീവ് കിട്ടിയിട്ടില്ല. അവരെ അയക്കുന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ഇത് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ശമ്പളവും കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഷിജു നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് നടത്തുന്നത്. അതുവഴിയാണ് നമ്മളെ സമീപിക്കുന്നത്. പല പ്രാവശ്യവും പല അവധികളും അറബി പറഞ്ഞെങ്കിലും അറബി ലീവ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അവർക്ക് ലീവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ അവർക്ക് ജീവിതത്തിൽ അവരുടെ ഭാര്യയും മക്കളും കുട്ടികളൊക്കെ അവരുടെ സമീപമുണ്ടല്ലോ. ഇയാളൊരു അടിമ പോലെ ഏത് കാലത്തും ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട ആളാണെന്ന് അവർ ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ ഈ ധാരണയുടെ അടിസ്ഥാനം എന്നൊന്നും ഇപ്പോൾ നമ്മൾ പരിശോധിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്കിപ്പോൾ ഷിജുവിനെ കഴിയുന്നതും വേഗം നാട്ടിലെത്തിക്കലാണ്. അപ്പോൾ ഷിജുവിനോട് എനിക്ക് പറയാനുള്ളത് കഴിയുന്നതും വേഗം ഞങ്ങളുടെ ആളുകളെ ബന്ധപ്പെടണം. സുരേഷ് ഉണ്ട് റിയാദിൽ, അതുപോലെ ഇന്ത്യൻ എംബസി ഉണ്ട് അവിടെ തന്നെ. ഇന്ത്യൻ എംബസിയിലേക്കും നിങ്ങളൊരു കത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ എന്നെ നാട്ടിൽ 4 വർഷമായിട്ട് ഇത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ലേബറിൽ കൊടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾ ലേബർ ഇതിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട്. തീർച്ചയായിട്ടും ഈ 2 വഴിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളത് കഴിയുന്നതും വേഗം
നാട്ടിലെത്തിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടും എന്നാണ് എനിക്ക് ഷിജുവിനോട് പറയാനുള്ളത്. ഷിജുവിനെ ഫോണിൽ വിളിക്കണം, വേണ്ട സഹായങ്ങൾ അഭ്യർത്ഥിക്കണം, എംബസിക്ക് ഒരു കത്ത് ഈ സുഹൃത്തുക്കൾ വഴി കൊടുക്കണം എന്നുള്ളതാണ്. സുഹൃത്തുക്കളോടും ഈ നിലയിലൊക്കെ പ്രവർത്തിക്കാൻ പറയാം കേട്ടാ. ശരി. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന ആളിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന തെറ്റുകൾ ഒരു കുടുംബത്തെ എത്രമാത്രം കണ്ണീരിലാഴ്ത്തുമെന്നതിൻ്റെ തെളിവാണ് മനോജിൻ്റെ കഥ. റിയാദിനടുത്തുള്ള ദവാത്മി ജയിലിൽ മോചനം കാത്തുകഴിയുന്ന മനോജിനെ സഹായിക്കാൻ പ്രവാസലോകം പ്രവർത്തകരുണ്ടാകും എന്ന പ്രതീക്ഷയിൽ പ്രവാസലോകത്തിൻ്റെ ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ്. UAE എക്സ്ചേഞ്ച് പ്രവാസലോകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.